ആത്മീയ ചരിത്രത്തിന്റെ പിൻബലം ഇവിടെ നിലനിൽക്കുമ്പോ, ഈ ആത്മീയ ഉമ്മത്തിന്റെ ആത്മീയ തേജസ് ഇവിടെ നിലനിൽക്കുമ്പോ, മുസ്ലിം സംഘശക്തിക്കെതിരെ ആര് വന്നാലും ശരി, തങ്ങളെ ഞങ്ങൾ പറയുന്നു, ഏതവനുള്ള കാലത്തോളം രാഷ്ട്രീയം പോകട്ടെ, നിങ്ങൾക്ക് അവഗണിച്ചോളൂ, അയാളെ പുല്ലുവിലക്ക് പുറത്തു നിർത്തിക്കോളൂ. നിങ്ങൾക്കൊപ്പം ഈ ആത്മീയ സമൂഹമുണ്ട്, മഹാനായ സമത്വ സെക്രട്ടറിയുടെ പ്രാർത്ഥനയുണ്ട്, ഈ ഉമ്മത്തിലെ പണ്ഡിതന്മാരുടെ പ്രാർത്ഥനയുണ്ട്. ആർക്കെങ്കിലും വേണ്ടി ചെരുപ്പ് നക്കുന്ന രാഷ്ട്രീയ പ്രവർത്തകരെ ഒരു മഹലിൽ പോലും സ്ഥാനം കൊടുക്കണ്ട. ആ കാര്യം മുസ്ലിം ലീഗും മുസ്ലിം ലീഗിലെ ചില നേതാക്കളും കൂടി മനസ്സിലാക്കണം.